നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി കുറേ ആളുകൾ അഡ്മിഷൻ എടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കും. നിങ്ങളുടെ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ, അത് ഇന്റർനാഷണൽ സ്കൂളിലല്ല, പൊതുവിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനാണോ മലയാളം മീഡിയത്തിൽ ചേർക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. നിങ്ങൾ എന്തായാലും അതിനൊരു തീരുമാനം എടുക്കാൻ പോകുന്നൊരു സമയമായിരിക്കും. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആര് പഠിക്കണം, മലയാളം മീഡിയത്തിൽ ആര് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊതുവെ രക്ഷിതാക്കളുടെ താല്പര്യം, രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ഇംഗിതത്തിനനുസരിച്ചിട്ടും പിന്നെ ഒരു പൊതുബോധത്തിനനുസരിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യാറ്, തീരുമാനിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ രക്ഷിതാക്കളുടെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പൊതുബോധത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമല്ല ഈ മീഡിയം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഭാഷാപരമായ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഇംഗ്ലീഷ് മീഡിയത്തിൽ അവർ ചേർക്കാവൂ. അവർക്ക് നിലവിൽ പ്രാഥമികമായി നമ്മുടെ മാതൃഭാഷയിൽ മാക്സിമം എത്രത്തോളം ആശയ രൂപീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളത് പരിഗണിച്ചിട്ടേ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാവൂ. നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടത്തിൽ ചേരാനുള്ള മനോഭാവം ഉണ്ടെങ്കിലേ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാവൂ. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്ത് ഒരു 3-ാം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മലയാളം മീഡിയത്തിലേക്ക് മാറ്റാൻ വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ഏറ്റവും സുന്ദരമായ 3 വർഷം ഈ ഒരു ഭാഷയുടെ പേരിൽ എന്ത് ചെയ്യാണ്, നശിപ്പിക്കപ്പെടുക തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ കുട്ടികളെ ഏത് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ നിലവിലുള്ള അവരുടെ കഴിവ് നോക്കിയിട്ടായിരിക്കണം. അവര് 1-ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിക്ക് നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ആയ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ചാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ കുട്ടികളുടെ മീഡിയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ 100 വട്ടം ആലോചിക്കണം നമ്മുടെ കുട്ടിയുടെ ഓരോ കാര്യവും. എന്തിനൊക്കെ കുറിച്ച് ആലോചിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഷാപരമായ വികാസങ്ങളുടെ നിലവിലുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാവൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നശിപ്പിക്കുന്നത് കുട്ടികളുടെ ഭാവിയായിരിക്കും. അപ്പോൾ നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കേണ്ടതല്ല കുട്ടികളുടെ ഭാവി. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ എന്തുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടുതൽ കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു, പൊതുവിദ്യാലയങ്ങളിൽ അത്ര സംസാരിക്കുന്നില്ല എന്നുള്ള ടോപ്പിക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് 100 വട്ടം ആലോചിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ മീഡിയം അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കാവൂ.